മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് വിദേശത്തും അക്കൗണ്ടുണ്ട്. എക്സലോജിക്കിന് വിദേശത്തും അക്കൗണ്ടുണ്ടെന്ന് ഷോൺ ജോർജ്. വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഷോൺ പറയുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാട് അന്വേഷിക്കണമെന്ന ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ തന്നെ. വിദേശ അക്കൗണ്ട് കൂടി അന്വേഷിക്കണം എന്നാണ് ഉപഹർജിയിലെ ആവശ്യം. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ഈ ഉപഹർജിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം വിദേശത്തും അക്കൗണ്ട് ഉണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് എന്നുള്ളത്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉപഹർജിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഷോൺ ജോർജുമായി ബന്ധപ്പെട്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ലക്ഷ്മി, ഏതായാലും വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല, കോടികളുടെ ഇടപാടുകൾ ഈ അക്കൗണ്ട് വഴി നടക്കുന്നുണ്ടെന്ന ആരോപണം പ്രധാനമായും ഷോൺ ജോർജ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. പല കമ്പനികളുമായും ഈ വിദേശത്ത് വെച്ച് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കോടികൾ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നും നിലവിൽ ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കാമെന്നാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഉപഹർജി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ എക്സാലോജിക്കിനെതിരെ അതുപോലെ തന്നെ CMRLനെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടും ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പിന്നീട് SFIO ഉൾപ്പെടെ ഇത് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ ഏതായാലും SFIO മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ എക്സാലോജിക്കും അതുപോലെ തന്നെ CMRL തമ്മിൽ ഉണ്ട് എന്ന തെളിവുകൾ നേരത്തെ SFIക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയാണ്. SFIO KSIDCയിൽ ഉൾപ്പെടെ റെയ്ഡുകൾ നടത്തുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ CMRL നിന്ന് വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. CMRLിലെ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല, CMRL MDയെ ചോദ്യം ചെയ്യുകയും ജീവനക്കാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകിയിട്ടുണ്ട്. ഒരു മാസം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അതിൽ ഇതുവരെ പോലീസ് പ്രതികരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഏതായാലും കൂടുതൽ മുഖ്യമന്ത്രിയുടെ മകളെ കുരുക്കിലാക്കുന്ന തെളിവുകളായിരിക്കും ഒരുപക്ഷെ ഷോൺ ജോർജ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക. വിദേശത്തും അക്കൗണ്ട് ഉണ്ട്, അതുവഴി കോടികളുടെ ഇടപാടുകൾ നടന്നു എന്ന് തെളിയുകയാണെങ്കിൽ അത് വീണ വിജയന് വീണ്ടും കൂടുതൽ കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ കർണാടക ഹൈക്കോടതിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് SFIO അന്വേഷണം തടയണമെന്ന് വീണ വിജയൻ ആവശ്യപ്പെട്ടെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല. ഈ ഒരു നിലപാട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു അന്വേഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ്ടും കുരുക്കിലേക്ക് നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ SFIയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശേഖരിച്ചു വന്നിരിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് അവർ നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ തന്നെ, അതായത് CMRL നിന്ന് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ചില പണം നൽകി വഞ്ചിച്ച കേസുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തും നൽകിയിരിക്കുന്നത്. അതിലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഏതായാലും ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ടുകളുണ്ട് എന്ന് നേരത്തെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന ആരോപണം മുഖ്യമന്ത്രി ഇടയ്ക്കിടെ വിദേശത്തേക്ക് പോകുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഏതായാലും അത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതിലേക്ക് നീളാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് വീണ്ടും വലിയ ഗുരുതരമായ കണ്ടെത്തലിലേക്ക് എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രാജീവ്, SNC ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിദേശ കമ്പനികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിഷയമുണ്ട് ലാവ്ലിനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ മകൾ വീണ വിജയന്റെ കമ്പനിയിലേക്ക് കൂടി വിദേശ അക്കൗണ്ടിലേക്ക് കൂടി SNC ലാവ്ലിൻ ആ ഒരു കമ്പനി വൻതുക നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നോക്കുകയാണ്? ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, SNC ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കമ്പനികളുമായി കോടികളുടെ ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ തന്നെയായിരിക്കും ഷോൺ ജോർജ് ഇന്ന് 11:30 വാർത്താ സമ്മേളനത്തിൽ പുറത്തിടുക. അതിന്റെ വിശദാംശങ്ങളാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ വിദേശത്തേക്ക് പോകുന്നുണ്ട്, വിദേശത്ത് ദിവസങ്ങളോളം തങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ പോയത് ദുരൂഹമാണ് എന്ന നിലയിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും എല്ലാം ആരോപിച്ചിരുന്നു. ആരുടെ സ്പോൺസർഷിപ്പിലാണ് ഇത്തവണ വിദേശത്തേക്ക് പോയതെന്ന് ചോദിച്ചു
മുഖ്യമന്ത്രി ഇപ്പോഴും മറുപടി നൽകിയിട്ടില്ല. മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇപ്പോഴും മൗനം തുടരുകയാണ്. ഇതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല ആ അക്കൗണ്ട് വഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു. നേരത്തെ നമുക്കറിയാം ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഷോൺ ജോർജാണ് പുറത്തു കൊണ്ടുവന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ഷോൺ ജോർജ് തന്നെയായിരുന്നു. മാത്രമല്ല ആ ഘട്ടത്തിലൊക്കെ CPM ഇതിനെ തള്ളിക്കളയായിരുന്നു ചെയ്തത്. രാഷ്ട്രീയ വിരോധം കാരണം ഷോൺ ജോർജ് ഹർജി നൽകിയെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. SFI എടുക്കുകയും മാത്രമല്ല ആദായ നികുതി വകുപ്പും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. അതിനുശേഷം SFIO അന്വേഷണം ഏറ്റെടുത്തപ്പോൾ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ തന്നെയായിരുന്നു SFIക്ക് ലഭിച്ചത്. കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു. മാസപ്പടി വിഷയം പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സേവനവും നൽകാതെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL പണം നൽകുന്നു. CMRLന് പണം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അനധികൃത കരിമണൽ ഖനനം പരിശോധിക്കപ്പെടേണ്ടത് CMRLന് എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് അനുമതി ലഭിക്കുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ട് പോലും ഈ അനുമതി തുടരുന്നു. 2019 ഈ അനുമതി റദ്ദാക്കിയിട്ട് പോലും പിന്നീടും അത് റദ്ദാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒടുവിൽ മാസപ്പടി വിവാദം ശക്തമായി ഉയർന്നപ്പോൾ മാത്രമായിരുന്നു ആ ഇടപാടുകൾ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ രീതിയിൽ CMRLന് വഴിവിട്ട എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ലഭിക്കുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുമായി മാറുന്നത്. അതായത് ചെയ്യാത്ത സേവനത്തിന് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് പണം നൽകി എന്നതിനുപരി ആ പണം നൽകിയത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് മറുവശത്ത് ഉയർന്നിരുന്നത്. അത് ഈ പറയുന്ന CMRL അനധികൃതമായി കരിമണൽ ഖനനം നടത്തുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.